ഡോൺ സെബാസ്റ്റ്യന് ശേഷം ഇത് എന്താണ്, വില്ലനാണോ, നെഗറ്റീവ് റോൾ? അല്ലല്ല, ഭയങ്കര കോമഡി എന്നൊരു ക്യാരക്ടർ. സാഗറിന്റെ കോമഡി ഇഷ്ടമാണ്. ഞാനൊരു ക്യാരക്ടർ റോള് ഒരു പ്ലേ ചെയ്യുന്നത്. എനിക്ക് ഇന്ദ്രേട്ടനോട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഞാൻ ഇതിന്റെ അടുത്ത് നരേഷൻ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് അല്ല നരേറ്റ് ചെയ്തത്. ഇന്ദ്രേട്ടൻ എന്തുകൊണ്ട് ഈ പ്രൊജക്ട് കമ്മിറ്റ് ചെയ്തു, ഇന്ദ്രേട്ടൻ ഇത്രയും പ്രൊജക്ട് പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഈ പ്രൊജക്ട് ചെയ്യാൻ എന്തൊരു കാരണം ഉണ്ടായിരിക്കും. എന്റെ എക്സൈറ്റ്മെന്റ് അതാണ്. ഒന്നും പറയുന്നില്ല, ഞാൻ കുറെ ചോദിച്ചു കഥ പറഞ്ഞുതരാൻ. പക്ഷെ എനിക്ക് നമുക്കൊരു പ്രൊജക്ട് കാണുമ്പോൾ നമുക്കൊരു മനസ്സിൽ തോന്നലുണ്ട് ഈ പ്രൊജക്ട് ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ ഇതിന്റെ കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ഷോട്ടുകളും കാര്യങ്ങളും വന്നപ്പോൾ ഇതിന്റെ മേക്കിംഗ് ഒക്കെ ഇങ്ങനെയായിരിക്കാം. പിന്നെ മണികണ്ഠൻ ചേട്ടനാണ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. മണികണ്ഠൻ ഓൾറെഡി എനിക്ക് മുന്നേ അറിയാം, എന്റെ നാട്ടുകാരനാണ്. അപ്പൊ ആളെ വർക്കിന്റെ ഒരു ക്വാളിറ്റിയും ഇങ്ങനത്തെ ഒരു സിനിമയാകുമ്പോൾ മ്യൂസിക് ഭയങ്കര വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ പോലെ തന്നെ സിനിമ നന്നായി വന്നിട്ടുണ്ട്. അത് December 5-ാം തീയതി. ബാക്കി ജനങ്ങൾ പറയട്ടെ, അതായിരിക്കും നന്നാണ്. അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കില്ല, നമ്മൾ ഇന്റർവ്യൂ തുടങ്ങി. അപ്പൊ നമ്മുടെ ഈ സിനിമ വന്ന സമയത്ത് ഈ സ്റ്റാലിൻ ജോസഫ് ആയിട്ട് ഫസ്റ്റ് ഇന്ദ്രേട്ടൻ തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്? തീർച്ചയായിട്ടും. എനിക്ക് സ്റ്റാലിൻ ജോസഫ്, ഞാൻ ആക്ച്വലി പ്രൊഡക്ഷനെ കാണുന്ന സമയത്ത് ഞാൻ ചേട്ടനോടും പറഞ്ഞു, ഞാൻ ഈ സിനിമ കമ്മിറ്റ്, എനിക്ക് ഈ സിനിമ ചെയ്യാൻ ഞാൻ താല്പര്യം ഉണ്ടായത് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു സംഭവമാണ്. ആക്ച്വലി ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ ത്രില്ലേഴ്സും ഒരു ടെംപ്ലേറ്റ് ആണ്. പക്ഷെ ആ ടെംപ്ലേറ്റ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഹാഫ് നമ്മുടെ സിനിമയ്ക്ക് ഉണ്ട്. ആസ് എ ഡയറക്ടർ ഐ ലവ് ദ സെക്കൻഡ് ഹാഫ്. അപ്പോ എനിക്ക് എന്റെ സിനിമയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം സെക്കൻഡ് ഹാഫ് ആണ്. കാരണം അവിടെയാണ് നമ്മുടെ വേറൊരു നെറേറ്റീവ് സാധനം വരുന്നത്. അപ്പൊ അതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഈ സിനിമയെ. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഇതിൽ ആരെ നായകൻ എന്നുള്ള കേൾക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇന്ദ്രജിത്ത് ഫാനാണ്. അത് ഞാൻ ചേട്ടൻ ഇത് വെറുതെ ചേട്ടൻ ഞാൻ ചേട്ടനെ വെച്ച് പടം അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ്, ചേട്ടന് മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്നില്ല, ചേട്ടൻ ഈ പടത്തിൽ അങ്ങനെ സീരിയസ്ലി അത് കോമൺ ഓഡിയൻസിന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ്. അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോ എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഫീഡ്ബാക്ക് ചേട്ടൻ പറയാം, ഞാൻ എന്നെ അറിയുന്ന സിനിമയിലെ സുഹൃത്തുക്കള് ഇപ്പോ അവിടെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ ഇന്ദ്രജിത്ത് പോലീസോടെ പിടിക്കൂല അങ്ങനെ തന്നെ പറഞ്ഞത്. ഞാൻ ചേട്ടനെ കാണാൻ പോയി, ചേട്ടന്റെ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ അവിടുത്തെ റൈറ്റർ എന്താ കഥ, ഞാൻ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി പോലീസാണോ? അതെ, ചേട്ടൻ പിടിക്കത്തില്ല, വന്ന വഴി വിട്ടു. അപ്പൊ ഞാൻ കണ്ണൂരിനെ ട്രിവാൻഡ്രം ശംഖുമുഖം ആകെയുള്ള പ്രതീക്ഷ. ഒരു ഇന്റർവ്യൂല് ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ എനിക്ക് തിരിച്ചു പോകാമായിരുന്നു, തിരിച്ചു പോയാൽ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഞാൻ ചേട്ടനെ വീണ്ടും ഫോഴ്സ് ചെയ്തു, ഇതേപോലെ ചേട്ടാ ഒന്ന് കേൾക്ക്, ഒരു 20 മിനിറ്റ് ചേട്ടൻ കേട്ടിട്ട് ചേട്ടൻ ഇല്ലെങ്കിൽ വിട്ടോ, ഇല്ലെങ്കിൽ നാളെ ദൈവം എന്നോട് ചോദിക്കൂലേ. ചേട്ടന എന്റെ അത് നെറേഷൻ കേൾക്കാനുള്ള മനസ്സ് കാണിച്ചു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ആ ക്യാരക്ടറിന് ചേട്ടൻ പക്കയാണ്. കാരണം ചേട്ടന്റെ ചില മാനറിസം, എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ദ്രേട്ടൻ ഏത് ക്യാരക്ടറിനും അടിപൊളിയാ. ഇന്ദ്രേട്ടന് ശരിക്കും ഏതാ ഇഷ്ടം? കോമഡി ചേട്ടൻ ശരിക്കും ബേസിക്കലി ഞാൻ ഇന്നലെയും പറഞ്ഞു, ചേട്ടൻ ബേസിക്കലി ഭയങ്കര കിഡിലും കോമഡി. ചേട്ടനെ പണ്ടത്തെ ബോയിങ് ഒക്കെ പോലത്തെ പടമില്ലേ, ചേട്ടൻ ചെയ്ത ചേട്ടൻ വേറെ ലെവലിൽ ചെയ്യും. ശരിക്കും റിയൽ ലൈഫിൽ അങ്ങനെ തന്നെയാ. പക്ഷെ നമുക്ക് എല്ലാവർക്കും കോമഡി എല്ലാവർക്കും വഴങ്ങില്ല എന്ന് പറയുന്നു. പക്ഷെ ഇന്ദ്രേട്ടൻ ചെയ്ത എല്ലാ എനിക്ക് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ഉള്ളൊരു ലൊക്കേഷനിലുള്ളൊരു അറ്റ്മോസ്ഫിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എന്നെ തേടി എത്തിയിട്ടുള്ളൂ. പക്ഷെ ആ കഥാപാത്രങ്ങളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഹാപ്പി ഹസ്ബൻഡ്സ്, അതിലെ രാഹുൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഗോവയില് പോകുന്ന സിനിമ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമ. ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ ഇപ്പൊ എന്നോട് ഇതിന്റെ കണ്ടിന്യൂറ്റി ഞാൻ പറയാം, എന്നോട് കുറെ ആൾക്കാർ പറഞ്ഞു ചേട്ടനെ വെച്ച് പടം ചെയ്യുമ്പോൾ ചേട്ടൻ ഭയങ്കര സീരിയസ് ആണ്, ചേട്ടൻ അങ്ങനെ ഒന്നും ഭയങ്കര നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതും ഒരു ന്യൂ ഡയറക്ടർ അല്ലേ ചേട്ടൻ, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഓപ്പണായി സംസാരിച്ചു. ഞാൻ പക്ഷെ എനിക്ക് അറിയുന്ന ചേട്ടൻ സീരിയസ് ആവേണ്ട കാര്യങ്ങൾ സീരിയസ് ആണ്, അല്ലെങ്കിൽ ചേട്ടൻ പൂക്കിയാണ്. ഇപ്പൊ മറ്റേ സൈഡിൽ ബട്ടർഫ്ലൈ